കെനിയയെ ഞെട്ടിച്ച അഭിഭാഷകനാണ് ബ്രയാൻ മെൻഡോ. നെയ്റോബിയിലെ കോടതി മുറികളിൽ പൂർണ്ണ ആത്മവിശ്വാസത്തോടെയാണ് അയാൾ കയറി ചെന്നിരുന്നത്. കൃത്യമായി തുന്നിയ സ്യൂട്ട് ധരിച്ച് നിയമപരമായ ഫയലുകളുമായി വർഷങ്ങളോളം നിയമം പഠിച്ച ഒരാളുടെ ആധികാരികതയോടെയായിരുന്നു അദ്ദേഹത്തിന്റെ വാദങ്ങളെല്ലാം. ജഡ്ജിമാർ അദ്ദേഹത്തിന്റെ വാദങ്ങൾ ശ്രദ്ധിച്ചു. കക്ഷികൾ അദ്ദേഹത്തിന്റെ ഉപദേശങ്ങളിൽ വിശ്വസിച്ചു. കറുത്ത കോട്ടിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ച മൂർച്ചയുള്ള വാക്കുകൾ കൊണ്ട് അയാൾ നിയമത്തിന്റെ പഴുതുകളിൽ വിസ്മയം തീർത്തു. മജിസ്ട്രേറ്റ് കോടതി മുതൽ അപ്പീൽ കോടതി വരെ അയാൾ തകർത്താടി. എന്നാൽ ബ്രയാൻ മെൻഡോ ഒരിക്കൽ പോലും ഒരു ലോ കോളേജിൽ പോയിട്ടില്ലെന്നും ലോ സൊസൈറ്റി ഓഫ് കെനിയയിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നും ആരും അറിഞ്ഞിരുന്നില്ല. എന്നിട്ടും യഥാർത്ഥ കേസുകളിൽ സാധാരണക്കാർക്ക് വേണ്ടി അദ്ദേഹം കോടതിയിൽ ഹാജരായി. റിപ്പോർട്ടുകൾ പ്രകാരം പല കേസുകളിലും അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. എന്നാൽ സത്യം പുറത്തു വന്നപ്പോൾ നിയമലോകം അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. നിയമപരമായി രജിസ്റ്ററുകൾ പരിശോധിച്ച ഉദ്യോഗസ്ഥർക്ക് ബ്രയാന്റെ പേര് അവിടെ എങ്ങും കണ്ടെത്താനായില്ല. അതോടെ ആ വേഷപ്പകർച്ചയ്ക്ക് അവസാനമായി. അധികൃതർ ഇടപെടുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തതോടെ അഭിഭാഷകനായി ആൾമാറാട്ടം നടത്തിയതിനും ലൈസൻസ് ഇല്ലാതെ നിയമപരിശീലനം നടത്തിയതിനും ബ്രയാൻ മെൻഡോ അറസ്റ്റിലായി. കെനിയ ഈ വാർത്ത കേട്ട് സ്തംഭിച്ചു. ഔപചാരികമായ നിയമവിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ഒരാൾക്ക് എങ്ങനെ ഇത്രയും ആത്മവിശ്വാസത്തോടും പ്രാവീണ്യത്തോടും കൂടി ജഡ്ജിമാർക്ക് മുന്നിൽ വാദിക്കാൻ കഴിഞ്ഞുവെന്ന് ജനങ്ങൾക്ക് വിശ്വസിക്കാനായില്ല. ചിലർ അദ്ദേഹത്തെ പൊതുവിശ്വാസത്തെ വഞ്ചിച്ച് തട്ടിപ്പുകാരനെന്ന് വിളിച്ചപ്പോൾ മറ്റു ചിലർ അദ്ദേഹത്തിന്റെ ബുദ്ധിയെയും തയ്യാറെടുപ്പുകളെയും രഹസ്യമായി പ്രശംസിച്ചു. തലക്കെട്ടുകൾക്കപ്പുറം ഈ കഥ സമൂഹത്തെക്കുറിച്ചുള്ള അസുഖകരമായ ചില സത്യങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്. വസ്തുതകളെക്കാൾ ഉപരിയായി പുറമോടിയിലും യോഗ്യതകളെക്കാൾ ആത്മവിശ്വാസത്തിലും നാം വിശ്വസിക്കുന്നു. ബ്രയാൻ മെൻഡോ ഒരു തൊഴിൽ വ്യാജമായി ഉണ്ടാക്കുക മാത്രമല്ല ചെയ്തത്. കൃത്യമായ ചോദ്യങ്ങൾ ആരും ചോദിക്കാത്തപ്പോൾ നമ്മുടെ സംവിധാനങ്ങളെ എത്ര എളുപ്പത്തിൽ വഞ്ചിക്കാമെന്ന് അദ്ദേഹം തെളിയിച്ചു.